വീട്ടിലധികം വാങ്ങിക്കാത്ത ഒരു സാധനമാണ് ചിക്കൻ സോസേജ്. ഇന്നൊരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇമ്മിണി ജീരാ റൈസ് ഇരിപ്പുണ്ട്. മോനുകുട്ടൻ ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള റൈസ് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞു സാലഡും സോസേജും റെഡിയാക്കി എടുക്കണം. ആദ്യമായിട്ട് ചിക്കൻ സോസേജ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെന്തുവാ സാധനം, അരച്ച് കുറുക്കി ഫ്രീസറിൽ വെച്ചിരിക്കുന്ന സാധനം, കഴിക്കാൻ കൊള്ളാവുന്നത് വല്ലതും ആണോന്ന്. പിന്നെ വല്ലപ്പോഴും ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഏകദേശം 3 വർഷത്തോളമായി. ഇന്നിപ്പോൾ വെറുതെ എന്തോ മനസ്സിലൊരു തോന്നലുണ്ടായി വാങ്ങിച്ചതാ. അപ്പോൾ പിന്നെ നമുക്കതങ്ങ് റെഡിയാക്കാം. അത് വറുത്തെടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ പെരിഞ്ജീരകവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. പിന്നെ മസാലകൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കുറച്ച് തക്കാളി അരച്ചത് ചേർത്തു. ഇവിടുത്തെ കാരണവർക്ക് ഇമ്മിണി ചാറൊക്കെ വേണ്ടിയത് കൊണ്ട് നമ്മൾ ഇച്ചിരി ചാറിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന സോസേജും എടുത്ത് അതിനകത്തിട്ടു. ഇനിയിപ്പോൾ കുറച്ച് കടലമാവ് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും. ഇതാണ് എൻ്റെ സോസേജ് കറി. റൈസ് ഇമ്മിണി കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രിയിൽ റൈസ് കഴിക്കാനും രാവിലത്തേക്കുള്ള ചപ്പാത്തിയുടെ കൂട്ടാനും ഇത് തന്നെയായിരുന്നേ.